പ്രമോദമേകു ക്ലേശിത മനസ്സിൽ സാന്ത്വനം നൽകൂ. രക്ഷകനീശോയേ, പാപികൾ ഞങ്ങൾ അഭയം തേടുന്നു നിൻ പാദാന്തികേ വന്നിടുന്നു. പ്രസാദം ചൊരിയൂ പ്രമോദമേകൂ ക്ലേശിത മനസ്സിൽ സാന്ത്വനം നൽകൂ. ദൗത്യവുമായി മാനവഭവനം വെടിഞ്ഞിറങ്ങി. മാനവമോചന ദൗത്യവുമായി മാനവഭവനം വെടിഞ്ഞിറങ്ങി. വചനം ദൈവം പ്രസാദം ചൊരിയൂ പ്രമോദമേകൂ ക്ലേശിത മനസ്സിൽ സാന്ത്വനം നൽകൂ. ജീവിക്കും ജനതയ്ക്കെന്നും നിണമഖിലം ചിന്തിയ നാഥ. ലോകത്തിൽ ജീവിക്കും ജനതയ്ക്കെന്നും നിണമഖിലം ചിന്തിയ നാഥ. കൃപ ചൊരിയൂ കരുണാപൂർവം രക്ഷണമേ പ്രസാദം ചൊരിയൂ പ്രമോദമേകൂ ക്ലേശിത മനസ്സിൽ സാന്ത്വനം നൽകൂ. പ്രസാദം ചൊരിയൂ പ്രമോദമേകൂ ക്ലേശിത മനസ്സിൽ സാന്ത്വനം നൽകൂ. രക്ഷകനീശോയേ, പാപികൾ ഞങ്ങൾ അഭയം തേടുന്നു നിൻ പാദാന്തികേ വന്നിടുന്നു. പ്രസാദം ചൊരിയൂ പ്രമോദമേകൂ ക്ലേശിത മനസ്സിൽ സാന്ത്വനം നൽകൂ.
ശക്തിയൊക്കെയും ചേർത്തിടണം നിന്നെ ആത്മാർത്ഥം സ്നേഹിക്കാം. സ്വാർത്ഥം നിന്നെ പോലവരനെയും അതും പ്രധാനം പ്രഥമ പ്രമാണം പോലെ കൽപ്പിച്ചു തമ്മിൽ തമ്മിൽ സ്നേഹം പകരാ. സ്നേഹിച്ചാൽ നിങ്ങളെ ശിഷ്യരെന്നറിയും.
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നീ നൽകുമാനന്ദം നേരുവാനായെന്നെ കാത്തു നിൽക്കുന്നു രാജരാജാ യേശുനാഥാ, നിന്റെ രാജ്യം വന്നിടാനാ. സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുപ്പീരിയറിനെയും ജേസസിനെയും ഈ മുട്ടാർ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഈ ദിവ്യബലിയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അളവില്ലാതെ നന്മ ചെയ്യുന്ന ദൈവം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന പിഞ്ചു പൈതങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നന്ദിയുടെ കൃപയുടെ ഒരു ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കാം. ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കാം.
Wow.
വിശ്വാസികളെ
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 6:51 മുതലുള്ള വാക്യങ്ങൾ. ഞാനാകുന്നു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം ലോകത്തിന്റെ ജീവന് വേണ്ടിയുള്ള എന്റെ ശരീരമാകുന്നു. അപ്പോൾ ദൂതന്മാരുടെ ഒരു തർക്കമുണ്ടായി. അവർ പറഞ്ഞു, ഈ മനുഷ്യന് തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ എങ്ങനെ സാധിക്കും? ഈശോ അവരോട് അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയക്കുകയും ഞാൻ പിതാവ് ജീവിക്കുകയും ചെയ്യുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ കൂടെ ജീവിക്കും. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിർമ്മല വസ്ത്രം ധരിച്ച കുഞ്ഞനുജന്മാരെ അനുജന്മാരെ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ, ഗുരുവായൂർ അമ്പലനടയിൽ അമ്മമാര് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ചോറിനോടൊപ്പം ദൈവത്തെയാണ് കൊടുക്കുന്നത്. ഈ ചോറിനോടൊപ്പം ആദ്യമായി കൊടുക്കുന്നത് ദൈവത്തെയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ന് നിർമ്മല വസ്ത്രം ധരിച്ച് ഈ കൊച്ചുകുട്ടികൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരെ ദൈവത്തെ തന്നെ സ്വീകരിക്കുവാനായിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പാവനമായ ബലിവേദിയിൽ അണഞ്ഞിരിക്കുന്നത്. ചെറുപ്പത്തില് ആദ്യ കുർബാന സ്വീകരണ ചടങ്ങുകളിൽ ഞാൻ ഒരിക്കലും മുടങ്ങിയിട്ടില്ല. കാരണം എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു ആദ്യ കുർബാന ചടങ്ങുകൾ. നിർമ്മല വസ്ത്രം ധരിച്ച് പരിശുദ്ധമായ വെള്ളവസ്ത്രം ധരിച്ച് കൊച്ചുകുട്ടികൾ നിരന്തരമായിട്ട് നടന്നു നിൽക്കുന്നത് ഞാൻ വളരെയധികം ആഹ്ലാദത്തോടുകൂടി നിന്നിട്ടുണ്ട്. കാരണം അത്രമാത്രം സുന്ദരമായ ഒരു ചിത്രമാണ്. നിർമ്മലമായ വസ്ത്രം ധരിച്ച് തന്റെ ഏതാതന്നെ നൽകുവാൻ തക്ക വിധ ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച ദൈവമേ, തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃകാട്ടുകയും
സമാധാനം പ്രത്യാശി നൽകിയ ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, മനുഷ്യാധാരത്തിന് മാനിയ ഫലങ്ങൾ തിരുസഭയുടെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ, ശരീരം പരിപാലിക്കുന്നതിനും അജുവാലമാരെയും മാർപ്പന്മാരെയും മിത്രന്മാരെയും നൽകുകയും ദാസന്റെ വേഷം ധരിച്ച കാലത്തിൽ പിറന്ന ദിവസം വഴി പതിരെയും പാവപ്പെട്ടവരെയും നല്ലേക്ക് അടുപ്പിച്ച ദൈവമേ, മാതാവിന്റെ അനുഗ്രഹത്തിനെയും മാറായിട്ടും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദിസായി ചെയ്തതും ഇത് ആവർത്തിക്കുന്നതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ സാധനം കൊണ്ട് ദൈവം ഇത് അനുഗ്രഹിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യുവിൻ. ഈ മാതാപിതാക്കന്മാരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടിച്ചേർന്ന് കുട്ടികളെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഒന്നിച്ചു ചെല്ലുവാൻ പരിശ്രമിക്കുക. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ അവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ സാധിക്കുന്ന ദൈവിക ജീവൻ അവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതല അവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ അവരുടെ ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ അവരെ ഞങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവർ സമർപ്പിച്ചതും എല്ലാ ദിവസവും വിശുദ്ധ ബലിപീഠത്തിൽ അവിടുന്ന് ആവർത്തിക്കുന്നതുമായ ആ പരമ്പരയിൽ അവിടുത്തെ രാജ്യസ്നേഹം കൊണ്ട് അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയിൽ നിന്നും
തെറ്റിപ്പോകുവാൻ അവരെ ഒരിക്കലും അനുവദിക്കരുത്. അവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തത്തിൽ പ്രവേശിക്കുവാൻ പ്രാപ്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ അവർ വന്നെത്തട്ടെ. അങ്ങവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരസ്പര സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവരുടെയും ചെറുമുടെ കടന്നുപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ും
നമ്മുടെ ദൈവവും രാജാവും ജീവിതമായ നമ്മെ യോഗ്യരാക്കി വഴി അനേക സാധിക്കുമായ നമ്മെ ലഭിക്കട്ടെ. പാവങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രത്യാശിക്കും നിന്റെ തനമായ എല്ലാവരോടും സംസ്കാരമാകട്ടെ. സർവ്വീനാഥാനേക്കും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കി അങ്ങയുടെ മാതാവായ കർമ്മനാഥോടുമുള്ള സ്നേഹം ഞങ്ങൾ വേണ്ടി
സ്വഭാവത്തിൽ ഞാൻ രക്ഷിക്കുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മാതാവ് ഉയർത്തുകയും ചെയ്ത ദൈവമേ ആ മാതാവിനെ അനുകരിച്ച് വിശുദ്ധമായി ജീവിക്കുവാനും എപ്പോഴും അങ്ങേ തിരുമനസ് നിറവേറ്റുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാനത്തും സ്വർഗ്ഗവും നിങ്ങളുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുഞ്ഞുങ്ങൾ